ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് പവി ടേക്ക് കേക്കർ എന്ന ദിലീപേട്ടൻ ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. വിനീത് സംവിധാനം ചെയ്ത ചിത്രമാണ്. വിനീത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നടനായ പൂച്ചക്കണ്ണ നടനായിട്ട് വിനീതാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദിലീപേട്ടൻ തന്നെയാണ്. ദിലീപേട്ടൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷനാണ്. ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് നമ്മളെ ഏപ്രിൽ 26-നാണ്. ഇലക്ഷൻ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അത് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് 2:30-ക്കും അതുപോലെ തന്നെ 12:30-ക്കും ഒക്കെ ആയിട്ടാണ് റിലീസ് ടൈം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാനും വൈകിപ്പോയി. അതാണ് റിവ്യൂ ഇടാൻ നേരം വൈകിയത്. ചിത്രം പറയുന്നത് വെച്ചാൽ ഒരു കോമഡി സ്റ്റോറിയാണ്. ഒരു കോമഡി, അതുപോലെ തന്നെ ഫാമിലിക്ക് തീർച്ചയായും പോയി ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് പവി ടേക്ക് കേക്കർ. ദിലീപേട്ടൻ്റെ വൺ മാൻ ഷോ എന്ന് പറയാം ഈ ചിത്രം എന്ന് പറയുന്നത്. ദിലീപേട്ടനും ഒരു നായികയുമാണ് കേന്ദ്ര കഥാപാത്രമായി പോകുന്നത്. അതിനിടയിലേക്ക് ജോണി ആൻ്റണി വരുന്നുണ്ട്, അതുപോലെ തന്നെ രാധിക ശരത് കുമാറും ഒക്കെ വരുന്നുണ്ട്. ദിലീപേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് പവി എന്ന് പറയുന്നത്. പവി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിൻ്റെ ടേക്ക് കേക്കറാണ്. അതിലൂടെയാണ് കഥ പോകുന്നത്. അതിലേക്കൊരു നായിക വരും. 5 നായികമാരുണ്ട്. അതിൽ ഒരു ആൾ പവി താമസിക്കുന്ന വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നതും അതിന് ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. അതിഗംഭീരമായി തന്നെയാണ് സ്റ്റോറി ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് പുതുമകൾ ഒന്നുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പുതുമകളൊന്നുമില്ല. പക്ഷെ നമ്മൾ തിയേറ്ററിലേക്ക് എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ്. ദിലീപേട്ടൻ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പോകുന്നത് എന്താ, ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും തീർച്ചയായും ചിത്രത്തിലുണ്ട്. ചിരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുള്ള വക ഈ ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദിലീപേട്ടനും ഒരു നായയും അതിഗംഭീരമായി തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ മാത്രമല്ല, എല്ലാവരും വന്നവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ നായികമാരാണ്, 5 നായികമാരെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുതിയ നായികമാരാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് ഫാമിലിയോടൊത്ത് തീർച്ചയായും പോയി കാണാൻ പറ്റുന്നൊരു ചിത്രം തന്നെയാണ് പവി ടേക്ക് കേക്കർ. കാരണം ദിലീപേട്ടൻ ഇതിന് മുന്നേ ഇറങ്ങിയ 2 ചിത്രങ്ങളും അതിഗംഭീരമായി തന്നെയാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം അതിഗംഭീരമായി തന്നെ നമുക്ക് അത്യാവശ്യം ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ചിത്രം തന്നെയാണ്. പിന്നെ പുതുമകളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും പുതുമകളൊന്നുമില്ല. എന്നാലും നമുക്ക് കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന, ഫാമിലിയോടൊത്ത് പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് പവി ടേക്ക് കേക്കർ. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതിഗംഭീരമായിട്ടുള്ള കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും തീർച്ചയായും പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും നിരാശ വരില്ല. അത്യാവശ്യം നമുക്ക് ചിരിച്ച് ഇറങ്ങാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് പവി ടേക്ക് കേക്കർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും.